ഒരു സ്മാർട്ട് വാച്ച് പാട്ട് കയറ്റി വെച്ച് ഇതിനകത്തേക്ക് ഇയർബഡ് കണക്ട് ചെയ്ത് നമുക്ക് പാട്ട് കേൾക്കാൻ പറ്റും. ബ്ലൂടൂത്ത് കോളിംഗ് പോലുള്ള കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഗെയിമും കളിക്കാം. 4-5 ദിവസത്തെ ബാറ്ററി ലൈഫും കിട്ടും. സോ അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് ആണെന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈറ്റാന്റെ സ്മാർട്ട് ടോക്ക്. ആദ്യമായിട്ട് ഈ ഒരു ഫോണിന്റെ ബോക്സ് ഈ കാണുന്നതാണ്. ഇതിനകത്ത് ചാർജിങ് കേബിൾ, അതേപോലെ കുറച്ച് ഡോക്യുമെന്റ്സ്, പിന്നെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വാച്ച് ഉണ്ടായിരുന്നു. ചാർജിങ് കേബിൾ മാഗ്നറ്റിക്കലി അറ്റാച്ച് ചെയ്യാൻ കഴിയുന്നതാണ്. റിയർ സൈഡിൽ അറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാം. പാട്ട് വാച്ചിലേക്ക് കയറ്റാനൊക്കെ ഈ കേബിൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു വാച്ചിന്റെ ലുക്കും കാര്യങ്ങളും വളരെ നന്നായിട്ടുണ്ട്. അത് ഇൻഡോറിലായാലും ഔട്ട്ഡോറിലായാലും കയ്യിൽ കിടക്കുമ്പോൾ കാണാനൊക്കെ നല്ല വൃത്തിയുള്ള നല്ല ഡീസന്റ് ക്വാളിറ്റി വാച്ചാണ്. 14 mm ആണ് തിക്നെസ്, 51 ഗ്രാമാണ് വെയിറ്റ്. അലുമിനിയം കേസ് ആണ് വരുന്നത്, സിലിക്കൺ സ്ട്രാപ്പ് ആണ് വരുന്നത്. IP68 വാട്ടർ സെൻസ് സംവിധാനമുണ്ട്. CE/FCC BIS സർട്ടിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. ടോട്ടലി നല്ല ഗുഡ് ക്വാളിറ്റി ബിൽറ്റും കയ്യിൽ കംഫർട്ടബിൾ ആയിട്ടിരിക്കുന്ന ഒരു നല്ല ഡീസന്റ് ലുക്കിംഗ് സ്മാർട്ട് വാച്ച് ആണ് ടൈറ്റാന്റെ സ്മാർട്ട് ടോക്ക്. സോ ഇതിന്റെ ലുക്ക് ആൻഡ് ഫീലിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. കോൾ ചെയ്യാം, വെറുതെ നമുക്ക് കോൾ വരുമ്പോൾ എടുക്കാമെന്ന് മാത്രമല്ല, ഇതിനകത്ത് ഡയലർ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഡയൽ ചെയ്തുകൊണ്ട് കോൾ ചെയ്യാം. പിന്നെ ഇതിനകത്ത് കോൺടാക്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ആഡ് ചെയ്യാൻ പറ്റും. ഒരു 8 കോൺടാക്ട് വരെ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന രീതിയിൽ ആഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതും അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് നിന്ന് റീസെന്റ് കോൾ എടുത്തിട്ട് അതിൽ നിന്ന് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഒരു കംപ്ലീറ്റ് കോളിംഗ് സ്മാർട്ട് വാച്ച് ആണ്. കോൾ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നല്ലേ, സ്പീക്കറിന്റെ ക്വാളിറ്റി കേട്ട് നോക്കിക്കോളൂ. ഇതിന്റെ ഒരു ഓഡിയോ ക്വാളിറ്റി, ഇതിന്റെ സ്പീക്കറിൽ നിന്ന് വരുന്ന ഓഡിയോ ക്വാളിറ്റി നമ്മൾ ഇതിലൂടെ വാച്ചിലൂടെ കോൾ ചെയ്ത് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ക്വാളിറ്റിയിൽ കേൾക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ഇത് സഫീഷ്യന്റ് ആണെന്നുള്ളത് നിങ്ങൾ വേണം ഡിസൈഡ് ചെയ്യാൻ. സോ ഒരു ഐഡിയ കിട്ടിയല്ലോ. അപ്പടി നല്ലതെന്ന് പറയാനില്ല, എങ്കിലും കുഴപ്പമില്ല. ഞാൻ അത്യാവശ്യം ഔട്ട്ഡോറൊക്കെ നിന്നിട്ട് കോൾ ചെയ്ത് നോക്കുമ്പോഴും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കേൾക്കാനൊക്കെ പറ്റുന്നുണ്ട്. വലിയ പ്രശ്നമില്ല. അത്യാവശ്യം ഡീസന്റ് ആയ ഒരു കോളിംഗ് ഫീച്ചറുള്ള വാച്ച് എന്ന് പറയാം. ഇതിന്റെ ഡിസ്പ്ലേ 1.39 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ ആണ്. നല്ല ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റിക്കൊന്നും കുഴപ്പമില്ല, നല്ല ബ്രൈറ്റ് ആണ്. ഈവൻ ഔട്ട്ഡോർ നിൽക്കുമ്പോഴും സൺലൈറ്റ് വിസിബിലിറ്റിക്കും വലിയ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഡീസന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ആനിമേറ്റഡ് വാച്ച് ഫേസുകളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ കാണുന്ന പോലെ കണ്ടോ ചെറിയൊരു മൂവ്മെന്റ് ഒക്കെ. ഇതുപോലുള്ള ആനിമേറ്റഡ് വാച്ച് ഫേസുകളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. 100-ലധികം വാച്ച് ഫേസുകൾ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ് വഴി ഇതിലേക്ക് മാറ്റി ഉപയോഗിക്കാനും സാധിക്കും. സോ അതൊക്കെ പതിവായിട്ട് എല്ലാ വാച്ചിലും വരുന്ന പോലെ തന്നെ ഇതിലും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം അവർ കൊടുക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഇവിടെ കാണാം, എന്ത് നല്ല ഡിസ്പ്ലേയാ, പക്ഷെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഇല്ല. നിങ്ങൾക്ക് അതൊരു വലിയ പ്രശ്നമായിട്ട് തോന്നുമോ? എന്തായാലും ഇതിനകത്ത് മ്യൂസിക് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ വേറെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമുക്കൊരു 10-50 പാട്ടുകളൊക്കെ, 50-ലധികം പാട്ടുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് കയറ്റി വെക്കാം. അത് നിങ്ങൾക്ക് ഈസിയാണ്. നമ്മൾ ഈ പറഞ്ഞ ചാർജിങ് കേബിൾ ഇതിന്റെ പുറകിലേക്ക് അറ്റാച്ച് ചെയ്യുക, ചാർജിങ്ങിന് വെക്കുന്ന പോലെ വെക്കുക. പിന്നെ ഇത് നേരെ PC യിലോട്ട് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് കണക്ട് ചെയ്യുക. അവിടെ നിന്ന് കോപ്പി ചെയ്ത് ഇതിലോട്ട് ഇട്ടാൽ മതി. വേറെ ഒരു പണിയില്ല. സിമ്പിളായിട്ട് പാട്ട് കയറ്റാം. അങ്ങനെ പിന്നെ നമ്മുടെ ഇയർബഡ് ഏതാണോ അത് എടുക്കുക, ഇയർബഡ് ഈസി ആയിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഒരു തവണ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയർബഡൊക്കെ വെച്ച് നമുക്ക് വാച്ചിൽ നിന്ന് തന്നെ പാട്ട് കേൾക്കാൻ പറ്റും. സോ അതും ഒരു നല്ല ഫീച്ചറാണ്. പക്ഷേ ഇയർബഡിലേക്കുള്ള സൗണ്ട് ഇച്ചിരി കുറവായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ആ ഒരു സംഗതി കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ AI വോയിസ് അസിസ്റ്റന്റ് സംവിധാനമൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ വോയിസ് അസിസ്റ്റന്റ് ഒക്കെ ഇതുവഴി എനേബിൾ ചെയ്യാം നിങ്ങളുടെ ഫോണിലത്തെ. പിന്നെ അതുകൂടാതെ ബിൽറ്റ് ഇൻ ഗെയിമുകൾ വരുന്നുണ്ട്. 1-2 ഗെയിമുകളുണ്ട്. അത്യാവശ്യം എവിടെയെങ്കിലും നിങ്ങൾ പോസ്റ്റ് ആയി നിങ്ങൾക്ക് ബോറടിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ഗെയിമൊക്കെ എടുത്ത് കളിക്കാം. 2048 എന്ന് പറയുന്ന ആ നമ്പർ ഗെയിമും ഉണ്ട്. പിന്നെ ഹാംസ്റ്റർ എന്ന് പറയുന്ന ആ അടിച്ചു പൊട്ടിക്കുന്ന ആ ഗെയിമും വരുന്നുണ്ട്. സോ അത് രണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബോറടിക്കുമ്പോൾ ബോറടി മാറ്റാനൊക്കെ ഉപയോഗിക്കാം. മിനിമമായ ആവശ്യത്തിന് ഉപയോഗിക്കാം. പിന്നെ ഇതിന്റെ ഹെൽത്ത് ഫീച്ചറുകൾ 20-ലധികം സ്പോർട്സ് മോഡുകൾ വരുന്നുണ്ട്. സോ അത്യാവശ്യം നമുക്ക് നൈസായിട്ട് എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെ ബ്രെത്ത് എക്സസൈസ്, സ്ലീപ്പ് മോണിറ്ററിംഗ്, SpO2, ഹേർട്ട് റേറ്റ് മോണിറ്ററിംഗ്, വാട്ടർ ഡ്രിങ്ക് ചെയ്യിക്കാനുള്ള ഒരു റിമൈൻഡറും കാര്യങ്ങളും, കുറെ നേരം ഒരാളെ തിരിക്കുകയാണെങ്കിൽ മൂവ് അറൗണ്ട് ചെയ്യാൻ പറയുന്ന റിമൈൻഡറും കാര്യങ്ങളും, പീരിയോഡ് സ്റ്റാർട്ട് ആവുന്നതിന്റെ ഡേറ്റും കാര്യങ്ങളും അറിയുക. അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ, ഹെൽത്ത് പരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിൽ ഉൾപ്പെടുന്നുണ്ട്. സോ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗിക്കാം. പിന്നെ പതിവായിട്ട് എല്ലാ സ്മാർട്ട് വാച്ചുകളിലും കണ്ടുവരുന്ന സ്മാർട്ട് ഫീച്ചറുകൾ, സ്മാർട്ട് നോട്ടിഫിക്കേഷൻസ്, ക്യാമറ കൺട്രോൾ, വെതർ അലർട്ട്, അലാം, ടൈമർ, സ്റ്റോപ്പ് വാച്ച്, ഫൈൻഡ് മൈ ഫോൺ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ബാറ്ററി ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 4-5 ദിവസം വരെ സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അത് തന്നെയാണ് കമ്പനി പറയുന്നതും. സോ വലിയ കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് ഉണ്ട്. ബാറ്ററി mAh നോക്കി കഴിഞ്ഞാൽ 310 mAh ആണ്. ആൻഡ്രോയിഡിലും iOS-ലും സപ്പോർട്ട് ചെയ്യും. ബ്ലൂടൂത്ത് 5.1 ആണ് ഈ ഒരു വാച്ചിനകത്ത് വരുന്നത്. പിന്നെ ഈ ഒരു വാച്ചിന്റെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിന്റെ ആപ്പ് ഉണ്ട്. ടൈറ്റാൻ സ്മാർട്ട് വേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് വഴി നിങ്ങൾക്ക് ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് റിപ്പോർട്ടും കാര്യങ്ങളും, സ്റ്റെപ്പിന്റെ കൗണ്ട് കാര്യങ്ങൾ, ഹേർട്ട് റേറ്റ്, അതേപോലെ സ്ലീപ്പ് ഡാറ്റ, അങ്ങനെ ഒട്ടനവധി ഡാറ്റാസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി കാണാൻ പറ്റും. അതേപോലെ വാച്ച് ഫേസുകളും കാര്യങ്ങളൊക്കെ മാറ്റി ഉപയോഗിക്കാൻ വേണ്ടി ഈ ഒരു ആപ്പ് ഇതിനകത്ത് തന്നെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇതിന്റെ സെറ്റിംഗ്സിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു ആപ്പ് കൂടി ചേരുമ്പോഴാണ് ഈ ഒരു വാച്ചിന്റെ പവർ പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുക. 9,995 രൂപയാണ് ഈ ഒരു വാച്ചിന്റെ വില. സോ മൊത്തത്തിൽ ഈ ഒരു വാച്ചിന്റെ എല്ലാ കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ സംഗതി കൊള്ളാം. ബെസ്റ്റ് ടൈറ്റാൻ സ്മാർട്ട് വാച്ച് എന്ന് പറയാം. ടൈറ്റാൻ സ്മാർട്ട് വാച്ച് അങ്ങനെ പറയാൻ പറ്റും. കാരണം ആ ഒരു ബ്രാൻഡിന്റെ ഇത്രയധികം ഫീച്ചറുകളുള്ള വാച്ച് 9,995 രൂപയ്ക്ക് സംഗതി കൊള്ളാം.
പക്ഷേ നമ്മൾ ഈ പറയുന്ന പാട്ട് കേൾക്കാൻ പറ്റും, ബ്ലൂടൂത്ത് കോളിംഗ് പറ്റും, ഗെയിം കളിക്കാൻ പറ്റും, എല്ലാതരം ഹെൽത്ത് ഫീച്ചേഴ്സ്, നോട്ടിഫിക്കേഷൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ആ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗംഭീരമെന്ന് പറയാമായിരുന്നു. അതർവൈസ് ആ ഒരു സംഗതി ഒഴിച്ചു നിർത്തിയാൽ ദി ബെസ്റ്റ് ടൈറ്റാൻ സ്മാർട്ട് വാച്ച് നമുക്ക് തീർച്ചയായിട്ടും പറയാം. എങ്കിലും എല്ലാം ഒന്നും അത്ര പെർഫെക്റ്റ് അല്ല അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.